ഡാർക്ക് സർക്കിൾസ് മാറാൻ വേണ്ടിയിട്ട് എഫക്റ്റീവായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ഹോം റെമഡിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. ഇത് നമ്മുടെ അടുക്കളയിലുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഭയങ്കര കുറവാണ്. നമുക്ക് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. എനിക്കിപ്പോൾ നന്നായിട്ട് ഡാർക്ക് സർക്കിൾസ് വന്നിട്ടുണ്ട്. കാരണം ഉറക്കം തീരെയില്ല, കുറച്ചാണ് കേട്ടോ ഉറക്കത്തിൻ്റെ സമയം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറും ഫോണിൻ്റെയും യൂസ് ഭയങ്കരമായിട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. എനിക്കിങ്ങനെ തോന്നുമ്പോൾ ചെയ്യുന്ന ഒരു അടിപൊളി എഫക്റ്റീവായിട്ടുള്ള ഹോം റെമഡിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും വർക്കാവും. ഇല്ലെങ്കിൽ ഞാൻ വേറെ കുറച്ചും കൂടി വേറെ റെമഡീസ് ഉണ്ട്, അതും ഇനി ഒരു ദിവസം ഷെയർ ചെയ്യാവേ. അതെല്ലാം കൂടി ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാവേ. ഇതും അടിപൊളിയാണ്. അപ്പം ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കുറച്ച് ഓയിലില്ലേ, വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ റിംഗ് ഫിംഗറിൽ എടുത്തിട്ട് നന്നായിട്ട് പതുക്കെ ചെറുതായിട്ടൊന്ന് നമ്മുടെ സർക്കുലർ മോഷനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് അവിടെ ഒരു മൂവ്മെൻറ്റ് വരും. അപ്പോൾ ഡാർക്ക് സർക്കിൾസ് മാറാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുകയെ. ഇത് പതുക്കെ ചെയ്യണം കേട്ടോ, ഭയങ്കര ഇറുക്കി ചെയ്യരുത്. നമ്മുടെ റിംഗ് ഫിംഗർ ഭയങ്കര സോഫ്റ്റാണ്, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ മേൽഭാഗത്തും കൂടി മസാജ് ചെയ്യണുണ്ട്. മസാജ് ചെയ്യണത് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിക്കോണേ. കാരണം മേളിൽ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ഭയങ്കര റിലാക്സ് ആവുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ റിലാക്സ് ആകുമ്പം തന്നെ നമ്മുടെ കണ്ണിനൊക്കെ ഒരു നല്ലൊരു സുഖവും നല്ലൊരു ഫ്രഷ് ഫീലിങ്ങും ഒരു റിലാക്സ് ഫീലിംഗ് എല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്പോൾ മോനും ഉറങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ 11:30 അവൻ കുഞ്ഞായതുകൊണ്ട് അവൻ കളിച്ചൊക്കെ ഇരിക്കും കേട്ടോ. എന്നിട്ട് 11:30 ആകുമ്പോൾ അവൻ ഉറങ്ങും. എന്നിട്ടാണ് ഞാൻ ഉറങ്ങണത്. എന്നിട്ട് എനിക്കൊരു 5 മണിയാകുമ്പോൾ എണീക്കാൻ വേണം ജോലികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഉറക്കം ഇപ്പം കുറച്ച് തീരെ കുറവാണ് കേട്ടോ. ഇപ്പം അവൻ ഭയങ്കര കളിയാണ് കേട്ടോ. കളിപ്രായം ആയതുകൊണ്ട് തന്നെ അങ്ങനെ അപ്പം നമ്മൾ നന്നായിട്ടൊരു മസാജ് കൊടുക്കുന്നുണ്ട്. മസാജിന് ശേഷം നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ വെളിച്ചെണ്ണയും കൂടിയാണ്. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ കണ്ണിൻ്റെ അടിയിൽ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. ഇതിപ്പോൾ ഞാൻ ഇടയ്ക്ക് കണ്ണ് എഴുതിയിട്ടുണ്ട്, അപ്പം അതിൻ്റെ ഒരു കറുപ്പും കൂടി ഉണ്ട് കേട്ടോ കണ്ണിൽ. അല്ല, നമ്മൾ തുടച്ച് മാറ്റിയാലും കണ്ണിൻ്റെ അടിയിൽ നല്ല കറുപ്പ് വന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, നമുക്ക് മനസ്സിലാവും കേട്ടോ. നമ്മുടെ റിംഗ് ഫിംഗറിൽ തന്നെ എടുത്തിട്ട് നമ്മൾ കണ്ണിൻ്റെ അടിയിൽ പതുക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. തരികളുള്ള മഞ്ഞൾപ്പൊടിയാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കസ്തൂരി മഞ്ഞളെന്ന് പറഞ്ഞു കേട്ടോ. കഴിഞ്ഞ വീഡിയോൻ്റെ അതിന് മുന്നത്തെ വീഡിയോയിൽ കേട്ടോ. സത്യം പറഞ്ഞാൽ കസ്തൂരി മഞ്ഞളെന്നും പറഞ്ഞ് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. പാക്കറ്റിൽ കസ്തൂരി മഞ്ഞളെന്ന് പറഞ്ഞ് എനിക്ക് കിട്ടിയതാണ്. പക്ഷേ അത് ഭയങ്കര കളറെന്ന് വെച്ചാൽ നല്ല കളറ്. കസ്തൂരി മഞ്ഞളിന് യഥാർത്ഥത്തിൽ ഇത്രയും കളർ കാണത്തില്ല കേട്ടോ. എൻ്റെ അടുത്ത് ഒരാൾ എനിക്ക് മെസ്സേജ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കസ്തൂരി മഞ്ഞളല്ല ഇതെന്ന്. അപ്പോഴാണ് എനിക്ക് ബോധം വന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുണ്ട്. കസ്തൂരി മഞ്ഞളിന് ഈ ഒരു ലൈറ്റ് കളർ ആയിരിക്കും കേട്ടോ. ഞാൻ അതങ്ങ് വിട്ടുപോയി. കസ്തൂരി മഞ്ഞളെന്ന് തന്നെ ഞാൻ വിചാരിച്ചങ്ങ് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് എനിക്ക് ബോധം വന്നത്. സത്യം പറഞ്ഞാൽ കസ്തൂരി മഞ്ഞൾ ലൈറ്റ് കളറായിരിക്കും എന്നാണ് കേട്ടോ. ഇനി ഒരു പ്രാവശ്യം നമ്മുടെ ഈ ആയുർവേദ ഷോപ്പിൽ അവിടെ പോയിട്ടൊന്ന് വാങ്ങി നോക്കണം. ഇത് സാധാ കടയിൽ നിന്ന് കസ്തൂരി മഞ്ഞളെന്ന് പാക്കറ്റിൽ എഴുതിയ പൊടിയാണ് ഞാൻ വാങ്ങിച്ച് ഒരു കുപ്പിക്കകത്ത് ഇട്ട് വെച്ചത് കേട്ടോ. ഇതിപ്പം അപ്പോൾ പിന്നെ നിങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ അങ്ങാടിക്കടയെന്ന് പറയില്ലേ അവിടെ. മഞ്ഞളിനെ പറ്റി മെസ്സേജ് ഇട്ട ആൾക്ക് ഒരു ബിഗ് താങ്ക്സ് കേട്ടോ, എന്നെ ഓർപ്പിച്ചല്ലോ. അതുകൊണ്ട് ഞാൻ ഇനി എന്തായാലും അങ്ങാടി കടയിൽ പോയി വാങ്ങും കേട്ടോ. ഇത് ഞാനൊരു 5 മിനിറ്റ് നമുക്ക് ഇട്ടേക്കാവേ. ഞാൻ 5 മിനിറ്റ് വച്ചിട്ടുണ്ട്. 5 അല്ലെങ്കിൽ 10 മിനിറ്റോളം നമുക്കിത് വയ്ക്കാം. എന്നിട്ട് നമുക്കതൊക്കെ തുടച്ച് കളയാവേ. ടിഷ്യൂ ഇട്ട് തുടച്ച് കളയുക. എന്നിട്ട് നമ്മുടെ മൈൽഡ് ക്ലെൻസറോ ഫേസ് വാഷ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതാണെങ്കിലും അത് ഉപയോഗിക്കാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഓയിലും മഞ്ഞളും കൂടി നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ കണ്ണിൻ്റെ ചുറ്റും തേക്കുമ്പോൾ നമ്മൾ ഭയങ്കര ശ്രദ്ധിക്കണം. കണ്ണിലായ ഭയങ്കര നീറ്റിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണേ. പതുക്കെ ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാവൂ. എന്നിട്ട് നമുക്ക് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ നിങ്ങൾ ഏതാണ് അപ്ലൈ ചെയ്യണത് അത് നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് മോയ്സ്ചറൈസറിനെ കുറിച്ചോ സൺസ്ക്രീനെ കുറിച്ചോ ഒക്കെ വീഡിയോ വേണമെങ്കിൽ പറയണേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരെല്ലാവരും കണ്ടു നോക്കും. ഞാൻ പ്ലേലിസ്റ്റ് കൊടുത്തേക്കാം താഴെ. അതിൽ അടിപൊളിയായിട്ട് നമ്മുടെ സ്കിൻ്റെ ടാൻ മാറ്റുന്ന ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. പിന്നെ ഹെയർ കെയറിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പം പ്ലേലിസ്റ്റ് ഞാൻ എന്തായാലും ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.